ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ஸோ காய்ஸ், இன்னைக்கு வந்து எனக்கு பிறந்த நாள். அதனால் இந்த வீடிയോ എടുക്കുക. ഇന്നെൻ്റെ 25ാമത്തെ ബർത്ത്ഡേ ആണ് സഖാക്കളെ. അപ്പം ബർത്ത്ഡേയോട് അനുബന്ധിച്ച് നമ്മളിന്ന് നടത്താൻ പോകുന്ന പലതരത്തിലുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ എന്താ പറയുക, അവരുടെ കുരുത്തക്കേട് അല്ലെങ്കിൽ കഴിവേറുത്തരമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരെ ബർത്ത്ഡേക്കും ഞാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാ വർഷവും എൻ്റെ തലയിൽ മുട്ട ഇടും, പിന്നെ നീലവെള്ളം കലക്കിയിട്ട് ഒഴിക്കും, പിന്നെ കളർ വെള്ളം ഒഴിക്കും, ഗ്ലിറ്റർ ഒഴിക്കും, പിന്നെ എല്ലാം എൻ്റെ ചളിവാരി വരെ തേക്കുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും ഞാൻ ആരെയും ബർത്ത്ഡേ ചെയ്തില്ല. പക്ഷെ ഈ ബർത്ത്ഡേയുടെ എനിക്ക് മനസ്സിലായി എല്ലാവരും എന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അതുകൊണ്ട് എല്ലാവരുടെ ബർത്ത്ഡേക്കും ഞാൻ ചളിയും വാരി താക്കും, എന്നെ എല്ലാം ചെയ്തതുപോലെ എൻ്റെ ഇരട്ടി ചെയ്യും. സോ ആ പ്രതിജ്ഞയോടെയാണ് ഞാൻ ഈ ബർത്ത്ഡേ തുടങ്ങിയിരിക്കുന്നത്. അപ്പം ബർത്ത്ഡേൻ്റെ ഒരു ആഘോഷം കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം, അതായത് ഗിഫ്റ്റിൻ്റെ ആയാലും അല്ലെങ്കിൽ നൈറ്റത്തെ പാർട്ടി ആയാലും അല്ലെങ്കിൽ ഫുഡ് കാര്യങ്ങളും എല്ലാം ഞാൻ ഒരു വ്ളോഗിലായിരിക്കും. അപ്പോൾ ഒരു സിങ്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല എല്ലാ ക്ലിപ്സും തമ്മിൽ, കാരണം ഓരോരോ ടൈമിലെടുത്ത വീഡിയോസാണ്. എല്ലാം കൂടിയിട്ടുള്ളൊരു വ്ളോഗായിരിക്കും ഇത്. അപ്പം ഗൈസ്, എനിക്ക് പറയാനുള്ളത്, ഒരുപാട് പേര് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. ഈ വ്ളോഗ് ഞാൻ ഇടുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ആയിരിക്കും 2 ദിവസം കഴിഞ്ഞിട്ട് ഇടുന്നത്. അപ്പം ഒരുപാട് വിഷസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക് യു. പിന്നെ എന്താണ്, വേറൊന്നും എനിക്ക് ബർത്ത്ഡേക്ക് എടുത്ത് പറയാൻ മാത്രമൊന്നുമില്ല. കുറേ വർഷങ്ങളായല്ലോ, അപ്പോൾ പിന്നെ എനിക്കങ്ങനെ വലിയ ആഘോഷം കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എനിക്കങ്ങനെ ആഘോഷിക്കണമെന്നും വലിയ ഫീലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം വേറെ എന്താണ് പറയാനുള്ളത്, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടണും കൂടി അമർത്തുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ നമ്മൾ ബർത്ത്ഡേക്ക് രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോകണം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ നടന്നില്ല. കാരണം ഞാൻ കിടക്കുമ്പോൾ തന്നെ 4 മണിക്കായി. കാരണം ആ മുട്ടേൻ്റെ ഒക്കെ മണം പോകുന്നത്ര കുളിക്കണ്ടേ. കുളിച്ച് ഇപ്പോൾ തലയൊക്കെ ഇരിക്കണമൊക്കെ ഷാമ്പു കുറേ വട്ടം ഇട്ടിട്ട്. അപ്പം അങ്ങനെ കുറച്ച് ഇതൊക്കെ ആയതുകൊണ്ട് 4 മണിയൊക്കെ ആയി കിടന്നുറങ്ങാൻ. അപ്പം 6 മണിക്ക് എണീറ്റ് പോലും ഒട്ടും നടക്കില്ല. സോ ഇപ്പോൾ ഒരു പുലർച്ചെയല്ല, രാവിലെ ഒരു 8 മണി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷായി അമ്പലത്തിലൊക്കെ പോയി ഇരുന്ന് പ്രാർത്ഥിച്ച് പിന്നെ നമ്മൾ തിരിച്ചു വന്നിട്ട് ബാക്കി പരിപാടിയൊക്കെ നോക്കാനാണ്. അപ്പം ഞാൻ ആദ്യം പോയിട്ടൊന്ന്, ബർത്ത്ഡേ അല്ലേ, നമുക്ക് എന്തായാലും കുളിക്കണ്ടേ, ആൾക്കാർ പറയൂലേ, അതുകൊണ്ട് മാത്രം ഞാൻ പോയി കുളിക്കട്ടെ. ഓക്കേ ഗൈസ്, ബൈ. മനസ്സമ്മർദ്ദനം മിസ് എവരിത്തിങ് അല്ലേ. ഞാൻ അതുകൊണ്ട് തന്നെ രാവിലെ അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ്. എനിക്ക് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് അന്ധവിശ്വാസമോ കാര്യം അങ്ങനെയൊന്നുമില്ല. ദൈവം എന്ന് പറഞ്ഞ പ്രാന്തായി നടക്കുന്ന ആളൊന്നുമില്ല. പക്ഷേ എനിക്ക് ഒരു പീസ് വൈബാണ് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം നമ്മളിന്ന് ഇനിയിപ്പം അമ്പലത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ കുളിച്ച് ഫ്രഷൊക്കെ ആയി നല്ല ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അമ്പലത്തേക്ക് പോവുകയാണ്. ഫ്രണ്ട്സൊക്കെ നല്ല ടയർഡായിട്ട് ഉറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഊബർ വിളിച്ച് പോവുകയാണ്. അപ്പം വേറെ ഒന്നുമില്ല, നമുക്കിനി അമ്പലത്തിൽ പോയിട്ട് വരാം. നമ്മളങ്ങനെ അമ്പലത്തിലേക്ക് എത്തി, പ്രാർത്ഥിച്ച് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഭയങ്കര സ്ട്രെസ്സ് കുറഞ്ഞ പോലെ. എല്ലാ ബർത്ത്ഡേക്കും ഞാൻ ഇവിടെ എറണാകുളത്ത് വന്നതിന് ശേഷം എല്ലാ ബർത്ത്ഡേക്കും ഞാൻ തൃക്കാക്കര അമ്പലത്തിൽ വരാറുണ്ട്. ഇപ്രാവശ്യം ദൈവം സഹിച്ച് വരാൻ പറ്റി. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് പൂജ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഒന്ന് കണ്ടിട്ട് നമുക്ക് പോകാൻ വിചാരിച്ചു. പിന്നെ അമ്പലത്തിലായതുകൊണ്ട് നമ്മൾ അധികം വീഡിയോ എടുക്കുന്നത് ശരിയല്ല. പ്രസാദമൊക്കെ വാങ്ങിച്ച് ഞാനിപ്പോൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം പ്രാർത്ഥിച്ച് മനസ്സമാധാനത്തോടെ കുറച്ച് നേരം ഇവിടെ ഇരിക്കാൻ വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടാണ് അമ്പലത്തിലേക്ക് വന്നത്. ഞാനെപ്പോഴും അമ്പലത്തിലേക്ക് വരുമ്പോൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പ്രാർത്ഥിക്കും, എന്നിട്ട് എവിടെയെങ്കിലും കുറച്ച് സമയം പോയിട്ട് ഇരിക്കും. അതെനിക്ക് ഭയങ്കര പീസായിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ ബർത്ത്ഡേ എന്നുള്ളൊരു തോന്നലൊന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യണമൊന്നുമില്ല. നോർമലൊരു ഡേ, അതിൻ്റെ ഇടയിൽ കുറച്ച് സംഭവങ്ങൾ ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ നമ്മളെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സൊക്കെ നൈറ്റ് വരും. അപ്പോൾ നമ്മളിപ്പം പോയിട്ട് ഫുഡിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. നൈറ്റ് നമ്മൾ ഫുഡൊക്കെ ആക്കുന്നുണ്ട്. അതൊക്കെയാണ്, വേറെ വിശേഷം കാര്യമൊന്നുമില്ല. അപ്പോൾ ഇനി കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് കുറച്ചും കൂടി സമാധാനം. ഇത് ഭയങ്കര രസം. അവിടെ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഭയങ്കര പീസായിട്ടുള്ളൊരു സ്ഥലം. അപ്പം ഇപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് വീട്ടിൽ പോവാം, അത്ര. കൂടുതലുണ്ടാവാം.
രണ്ട് കുറച്ചെന്ന് പറഞ്ഞാൽ പക്ഷെ അന്ന് കണ്ടിട്ട് കുറച്ച് വലുതായിട്ട് കാണാനുണ്ടല്ലോ. നീന്നോ തെറിക്കും. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ആമി, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഷുഗർ ഡയറ്റ് എങ്ങനെ മനസ്സിലാവും? കഴിക്കുന്നില്ലല്ലോ. എന്റെ ഫേവറേറ്റുകളാണല്ലോ. ബർത്ത്ഡേ ഡ്രസ് എന്നിട്ടാ സെക്കൻഡത്തെ സെലിബ്രേഷനൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ. അൻസീച്ചി എപ്പോഴും എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അല്ല എൻ്റെ ബർത്ത്ഡേ അതൊക്കെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യും കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. എസ്പെഷ്യലി എനിക്ക് പക്ക ബ്യൂട്ടി സലൂണിന് ഞാൻ എൻ്റെ സന്തോഷം അറിയിച്ചോളുന്നു. അപ്പം ഞാൻ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മളിന്ന് നൈറ്റ് ഫുഡ് ചിക്കനും പൊറോട്ടയൊക്കെയാണ് ആക്കണത്. അപ്പം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ നമ്മൾ നിശാദിക്കാൻ വെയിറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ ഇക്ക വേറെ ആളെ കൂട്ടാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവരെ കൂട്ടിയിട്ട് വന്നിട്ട് എന്നെ എടുത്തിട്ട് പോകുന്നതാണ് പറഞ്ഞത്. പിന്നെന്താണ്, സന്തോഷമുണ്ട്. ഒരു അവരെ ഞാൻ കണ്ടു പോയി. അപ്പം സന്തോഷമുണ്ട്. ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു എന്താ പറയുക ബർത്ത്ഡേ ആയിരുന്നു ഇതുവരെ. ഇനി അങ്ങോട്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അലമ്പൊന്നും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ബർത്ത്ഡേക്ക് ഞാൻ കരയാറും തലുണ്ടാക്കാറും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് അങ്ങനെയൊന്നും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനിയും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കാരണം എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നതുകൊണ്ട് സങ്കടം വരുന്നതുകൊണ്ടൊക്കെ ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് എൻ്റെ ചുറ്റിനുള്ളവർ. ഓക്കെ, ബർത്ത്ഡേക്ക് ഞാൻ അടങ്ങിയിരുന്നിട്ടുണ്ട്. അപ്പം ഞാൻ എനിക്ക് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടോ. ഇത് പക്ക ബ്യൂട്ടി സലൂണിൻ്റെ വക ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ സ്റ്റോറിയായിട്ട് കാണിച്ചു തരാം. പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇവിടെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ വെയിറ്റ് ആക്കി നിൽക്കണം. നമ്മൾ പോകണം, ഫുഡ് ഉണ്ടാക്കണം, രാത്രി അത് എല്ലാവരും പാടെ കഴിക്കും. ഇത്രയൊക്കെയാണ് ബർത്ത്ഡേൻ്റെ പ്ലാൻസ് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാം കൂടിയിട്ടുള്ളൊരു വ്ളോഗായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഫുഡ് ഉണ്ടാക്കാം. ഇവിടുന്ന് ഇങ്ങനെ കയറണം, ഇവിടുന്ന് ഇങ്ങനെ കയറണം. ഇപ്പഴത്തെ പക്ഷേ ഇതൊക്കെ നിങ്ങൾ ഒട്ടിച്ചതാണ്. ബാക്കി വന്നിട്ടില്ലല്ലോ. ഇനി തിരിച്ചു വെച്ചിട്ട് തിരിച്ചു വെക്കുക. കട്ട് ചെയ്തേ. അയ്യോ, ഞാൻ എക്കിയില്ല. അടുത്തോ, കഴിച്ചോ. എല്ലാരും ഉണ്ട് ബ്ലോഗിനാ, ഞാൻ മാത്രം പെടാത്തേക്ക്. ആഘോഷിപ്പിൻ. നമ്മളിന്ന് ബലൂൺ എറിഞ്ഞ കുളിപ്പിക്കാൻ പോവുകയാണ്. ഇവര്
വട്ടത്തിൽ വീഴാവേ കൊണ്ടിട്ട് പൊട്ടുന്നില്ലടാ. അടുത്ത് എന്നിട്ട് അറി മൊട്ട ക്യാമറ വരെ നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങളും പിന്നെ ഫ്രണ്ട്സിൻ്റെ നല്ല നല്ല രീതിയിലുള്ള എനിക്ക് ബർത്ത്ഡേക്ക് തന്ന ട്രീറ്റും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടെല്ലാവരും ഇരിക്കുകയാണ്. അപ്പം ഒരു സമാധാനപരമായി എന്താ പറയുക ഒരു ബർത്ത്ഡേ ആയിരുന്നു അത്. അലമ്പ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിൽ വളരെ സന്തോഷം. പിന്നെ എന്താ പറയാനുള്ളത്, ബർത്ത്ഡേക്ക് വിഷാക്കിയ എല്ലാവർക്കും എൻ്റെ ഒരുപാട് സ്നേഹവും താങ്ക് യുവും ഒക്കെ പറയാണ്. കാരണം ഒരുപാട് പേര്, ഞാൻ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ വരെ പിന്നെ മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരുടെ നന്ദി പറയണു. പിന്നെ ഞാൻ മാക്സിമം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ പറയാനുള്ളത്, ഫുഡ് ഉണ്ടാക്കണതും ഫുഡ് കഴിക്കണതൊന്നും ഞാൻ അധികം എടുത്തിട്ടില്ല. ചെറിയൊരു ക്ലിപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എനിക്കങ്ങനെ ഫുഡ് കഴിക്കണത് എന്താ പറയുക വലിയ രീതിയിൽ അങ്ങനെ കാണിക്കണമെന്നൊന്നും എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാനൊന്നും ചെയ്യാണ്ടിരുന്നത്. പിന്നെ വേറെ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയും മുന്നോട്ടും എല്ലാം നല്ല രീതിയിലുള്ള സമാധാനത്തോടെ പോകാൻ പറ്റട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിനോടും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനെല്ലാം ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ബർത്ത്ഡേ ആഘോഷിക്കണ്ടെന്നും ഇതൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ആയാലും എൻ്റെ ഫാമിലി ആയാലും നല്ല രീതിയിൽ എന്നെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം അതിൽ. വേറെ ഒന്നും പറയാനില്ല, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാണ്ട് ഒരു ബെൽ ബട്ടണും കൂടി അമർത്തുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ, ലവ് യു ഗൈസ്.